ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് ഗബ്രി മടങ്ങിയെത്തിയതിനു ശേഷം ഓരോ പ്രേക്ഷകരും ആകാംക്ഷയോടെ ലൈവിൽ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളിൽ വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫിനാലെ വീക്കിൽ അത് വെച്ചുകൊണ്ട് മാക്സിമം പണി കൊടുക്കുവാനുമൊക്കെയായി ആൾക്കാർ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. എന്തായാലും ഗബ്രി മാക്സിമം ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പുറത്ത് സംഭവിക്കുവാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. എല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമാണ്. ഫിനാലെ വീക്കിലേക്ക് പോകുന്ന മത്സരാർത്ഥികൾ ഓരോരുത്തരും കപ്പ് ഫിനാലെ ദിവസത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ജിൻഡോ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അഭിഷേക്, ഋഷി ഇവരെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് കൂടുതലും ശ്രദ്ധാലുക്കളായിരിക്കുന്നത്. എന്നാൽ ജാസ്മിനെ സംബന്ധിച്ച് ഫിനാലെ എന്ന് പറയുന്നത് ജാസ്മിൻ ഒരു വിഷയമല്ല. പുറം ലോകത്തേക്ക് വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ജാസ്മിന്റെ മുൻപിലേക്ക് വന്ന റസ്മിൻ പുറത്ത് ജാസ്മിന് കട്ട സപ്പോർട്ടാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ സപ്പോർട്ട് കണ്ടുകൊണ്ട് നീ ഞെട്ടും. 10ൽ 8 ആൾക്കാരും നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിന്നെ കെട്ടിപ്പിടിക്കുവാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ പറഞ്ഞ് തള്ളി കയറ്റി അങ്ങ് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഗബ്രി വന്നിട്ട് പറയുകയാണ്, കാണുന്നവരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നീ വിശ്വസിക്കുകയൊന്നും വേണ്ട, ഞാൻ നിന്നോട് വളരെ കൃത്യമായും സിൻസിയറായിട്ടുമാണ് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ജാസ്മിന് തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ് പുറത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. റസ്മിൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണല്ലോ ഗബ്രി പറയുന്നത് എന്ന് ഒരു സംശയം ജാസ്മിൻ ഇടയ്ക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഗബ്രി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും അധികം ഞാൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നീ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നീ വന്ന് പറയുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഇവിടെ കയറി വരുന്ന പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ വിശ്വസിക്കാനോ മുഖവിലക്കെടുക്കുവാനോ തയ്യാറാകില്ല. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം അപ്പനും അമ്മയുമാണ് വന്ന് പറയുന്നതെങ്കിൽ പോലും അത് ഞാൻ വിശ്വസിക്കില്ല. അതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ അതാണ് ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, പരുവപ്പെടുത്തുക. പുറം ലോകത്ത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് സ്വാഭാവികമായും നമ്മളെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനെയെല്ലാം നമ്മൾ സ്വീകരിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരെ കാണുമ്പോൾ അമിതമായി സന്തോഷിക്കുകയോ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ദുഃഖിക്കുകയോ ചെയ്യാതെ മനസ്സിനെ പരുവപ്പെടുത്തി നിർത്തുവാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കേണ്ടത്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. റസ്മിൻ ഒന്ന് പറയുന്നു, അതിന് ഓപ്പോസിറ്റായിട്ട് ഗബ്രി വന്ന് പറയുന്നു. അപ്പോൾ തന്നെ ജാസ്മിൻ ധരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ജാസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ തുറന്ന് പറയുകയും ചെയ്തൊരു കാര്യമാണ്. ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൊള്ളാത്ത വ്യക്തി ഞാനാണ്, ഏറ്റവും വൃത്തികെട്ട വ്യക്തിത്വത്തിന്റെ ഉടമ ഞാനാണ്, ഇവിടെ മറ്റാരും തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മാത്രമാണ് തെറ്റുകൾ മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ എനിക്ക് പുറം ലോകത്ത് അത്ര മാരകമായ സപ്പോർട്ടും പിന്തുണയും ഒന്നും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഈ രീതിയിൽ ജാസ്മിൻ അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇത്രമാത്രം പ്രതിസന്ധികൾ ആ വീട്ടിൽ നേരിട്ട ഒരു കണ്ടസ്റ്റന്റ് വേറെ ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇതിനെയൊക്കെ തരണം ചെയ്ത് തനിക്ക് അവിടെ ഇപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തിറങ്ങി വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കോളിളക്കങ്ങളെ നേരിടുവാനും ജാസ്മിൻ മെന്റലി പ്രിപ്പയർ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ രസകരമായ ഏറ്റവും വലിയൊരു വസ്തുത, എല്ലാ മത്സരാർത്ഥികളും പ്രത്യേകിച്ച് ഫിനാലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ഫിനാലയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എത്രാം സ്ഥാനത്തേക്കാണ് പോകാൻ പോകുന്നത്, 1ാം സ്ഥാനത്ത് എത്തുവാനാണോ പ്രേക്ഷകർ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ്. അതൊക്കെയാണ് സഹ മത്സരാർത്ഥികളുമായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ജാസ്മിൻ മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. കാരണം ജാസ്മിൻ ഒരിക്കലും ഫിനാലെ വീക്കിൽ പ്രവേശിക്കുമെന്ന് ജാസ്മിൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രീതു പുറത്താകുന്നതിന് തൊട്ട് മുമ്പ് പോലും ജാസ്മിൻ താനായിരിക്കും ഇപ്പോൾ തുറക്കപ്പെട്ട വാതിലിലൂടെ പുറത്തേക്ക് പോവുക എന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞായിരുന്നു അവസാനം ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ള ജാസ്മിന് ഫിനാലെ വീക്കിലേക്ക് എൻട്രി ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റിലാണ് താൻ ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ പോലും ജാസ്മിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പുറത്ത് അങ്ങനെയല്ല. ഏറ്റവും അധികം ഉത്കണ്ഠയും ആകുലതയും അസ്വസ്ഥതയും എല്ലാം ഉള്ളത് പുറത്തെ ഫാൻസ് അസോസിയേഷൻസിനാണ്. അതെല്ലാവരുടെയും ഫാൻസിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ജാസ്മിൻ ഒരിക്കലും വോട്ട് കിട്ടുവാൻ പാടില്ല, ജാസ്മിൻ ഒരിക്കലും ജയിക്കാതിരിക്കുവാൻ വേണ്ടി എതിരാളികൾ മത്സരിക്കുമ്പോൾ ജാസ്മിനെ കുറിച്ച് അത്യധികം ആശങ്കയും ഉത്കണ്ഠയുമായിട്ട് മാക്സിമം ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ജാസ്മിന്റെ ഫാൻസും അഹോരാത്രം പരിശ്രമിക്കുന്ന, പണിയെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഉത്കണ്ഠാകുലരായ ഫാൻസ് അസോസിയേഷൻസ് എല്ലാം കൂടി ചേർന്നിട്ട് വലിയ കൂട്ടായ്മകൾ തന്നെ സംഘടിപ്പിക്കുന്നു. അവിടെ മാക്സിമം ചെളി ഇപ്പോൾ വാരി എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെയൊക്കെ ധാരണ
ധാരണ നമ്മൾ ഏറ്റവും അധികം ആർക്കിട്ടാണോ ചെളി വാരി എറിയുന്നത്, ആരാണോ ഏറ്റവും അധികം ചെളി പുരണ്ടു നിൽക്കുന്നത് അവർ 5ാം സ്ഥാനത്തേക്ക് പോവുകയും ഏറ്റവും അധികം സേഫ് ആയിട്ട് നിൽക്കുന്ന വെള്ളയടിപ്പിച്ച് നിർത്തുവാൻ കഴിയുന്ന വ്യക്തികൾ 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ ഫാൻ ഫൈറ്റ് തുടരുമ്പോൾ അകത്തുള്ള മത്സരാർത്ഥികൾ പലരും പല മാനസിക വിചാരങ്ങളിൽ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.